സ്നേഹബന്ധങ്ങളുടെ കണ്ണികൾ കോർത്ത് ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരന്തബാധിതർ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ദുരന്തത്തിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ പലരും കണ്ണീരണിഞ്ഞു. ചൂരൽമല പള്ളിയിലെത്തിയ ദുരന്തബാധിതർ നിസ്കാരത്തിന് ശേഷം പുത്തുമലയിൽ എത്തി ഉറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഓർമ്മകൾ ഒരു പെരുമഴക്കാലം പിന്നിലേക്ക്. പത്തിരി മണമുള്ള കഴിഞ്ഞ പെരുന്നാളിനൊപ്പമുണ്ടായിരുന്നവർ ഇന്നില്ല. ഇടിച്ചുകുത്തി പെയ്ത മഴ ബാക്കി വെച്ചത് ഒരു കാലത്തും മറക്കാനാവാത്ത മുറിവുകൾ. അതിജീവനത്തിന്റെ ഈ പെരുന്നാൾ കാലത്ത് ചൂരൽമല പള്ളിയിലെത്തിയ ദുരന്തബാധിതരുടെ കണ്ണുകൾ എങ്ങനെ നിറയാതിരിക്കും? ചിതറിപ്പോയ മനുഷ്യർ വീണ്ടും ഒന്നിച്ചപ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. വേദനകൾ പങ്കുവെച്ച് അവർ പരസ്പരം ആശ്വസിപ്പിച്ചു. ചൂരൽമലയിലും മുണ്ടക്കയിലും പെരുന്നാൾ ഉത്സവമായിരുന്നു. പുറത്തുള്ളവരൊക്കെ നാട്ടിലെത്തും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരുമിച്ച് വിഭവങ്ങൾ തയ്യാറാക്കും, പങ്കിട്ട് കഴിക്കും. 2024 ജൂലൈ 30 രാത്രിയിലെ മലവെള്ളപ്പാച്ചിലിൽ പാതി തകർന്ന പള്ളിയിൽ ബാങ്കുലി നിലച്ചു. പള്ളി പരിപാലിച്ചിരുന്ന നാട്ടുകാർ ഒറ്റ രാത്രി കൊണ്ട് പല നാടുകളിൽ അഭയാർത്ഥികളായി. പള്ളിക്ക് നേതൃത്വം നൽകിയ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് അടക്കം പലരും ഉരുളിനൊപ്പം കാണാമറയത്തേക്ക് പോയി. തകർന്ന കെട്ടിടം കണ്ണീർ കാഴ്ചയായി മുണ്ടക്കയിലെ കുന്നിൻ മുകളിലുണ്ട്. അവശേഷിക്കുന്ന ചൂരൽമലയിലെ പള്ളിയിലായിരുന്നു ഇത്തവണ ചെറിയ പെരുന്നാൾ നിസ്കാരം. തുടർന്ന് പുത്തുമലയിലെ കബറിടങ്ങൾക്ക് മുന്നിൽ ഉറ്റവർക്കായി പ്രാർത്ഥന. പുനരധിവാസ പദ്ധതികൾ പുരോഗമിക്കുകയാണ്. ടൗൺഷിപ്പിന് തറക്കല്ലിട്ട് കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞ് പരസ്പരം ആശ്ലേഷിച്ച് സ്നേഹം പങ്കിട്ട് എല്ലാവരും പിരിഞ്ഞു. അടുത്ത പെരുന്നാൾ ഒന്നിച്ചാഘോഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ. ന്യൂസ് മലയാളം, വയനാട്.